ക്യാം ഓൺ ആവുന്നില്ല. എന്തോ അപ്ഡേറ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ഓപ്പൺ ആവുന്നില്ല. Okay. Hiba, can you introduce yourself? I'm seeing you first time. Hello. You're audible, but you're not. I can't see your face. Okay. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല കേട്ടോ. Why? അതെനിക്ക് That's എന്റെ not കുടുംബത്തിൽ good. ഫംഗ്ഷൻ. We started it before 2 weeks ago, I think. അല്ല, ഞാൻ പറയാം. Okay. I can see your face. No. Camera ശരിക്കും വെക്ക്. ഫോണ് ശരിക്കും വെക്ക്. നീ ഫോൺ ഒരിടത്തും സൈഡിലേക്ക് ഇരിക്കുകയാണ്. ഓക്കെ. ഓക്കെ, സ്റ്റാർട്ട്. ഞാൻ രണ്ടാമത് പറഞ്ഞാൽ മതിയോ? Okay, we can start with Shraddha. Shraddha, why you guys are so tensed? Shraddha, ആണ് ക്യാമറ ഓൺ ആക്കാനുള്ള പ്രശ്നം. ഓൺ ആക്കി വെച്ച് നിങ്ങൾ എങ്ങടേലും പോകും. ഓക്കെ, നന്ദന സ്റ്റാർട്ട് ചെയ്തോ. മാം, ഞാൻ അന്ന് പറഞ്ഞ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. Why? ക്ലാസ്സിന് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലല്ലോ. Every day 2 minutes. മുന്നേ ക്ലാസ് ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യായിരുന്നു. ടൈം ടേബിൾ കിട്ടുമോ ക്ലാസ്സിന്റെ? ഏത് ദിവസം ഏതായിരിക്കും? ഞാൻ എന്ത് ഡെയിലി 2 minutes നിങ്ങളോട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞതല്ലേ? Then only you can deliver in your interview time. Okay, fast. പറയണം. Good evening, ma'am. I am Nandana MP, coming from Vadagara. I am a motivated accounting professional with a bachelor's degree in commerce from the University of Calicut. I have achieved my graduation in commerce. മറന്നുപോയി മാം. പെട്ടെന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനല്ല പറഞ്ഞത്. I told you to introduce yourself. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത ക്ലാസ് പറയാം നല്ലോണം. Okay. അടുത്ത ക്ലാസ് നാളെ ആണെങ്കിലും you should. Okay. Okay. Shraddha left. Okay, Hiba. Your turn. Make it fast. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല കേട്ടോ. Whatever you can say. My name is Hiba Fatima. I am coming from Calicut. And I am recently
graduated in Bachelor of Commerce from Calicut University. I have a strong interest in human resources, especially in areas like recruitment, employee engagement, and talent development. I am a quick learner. അത്ര ഡീറ്റെയിൽഡ് ഓറിയന്റഡ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ നല്ലോണം പഠിച്ചു പറയാം. പറയുന്ന സമയത്തേ ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാരും ശ്രദ്ധിക്കണം. ഒന്ന് ക്യാമറ ഓൺ ചെയ്യൂ. ആകെ 2 ആളെ ക്ലാസ് കയറിയിട്ടുള്ളൂ. നിങ്ങൾ 2 ആളും ക്യാമറ ഓഫ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, സോ എന്താ പറഞ്ഞ? ഓക്കെ, എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഒന്ന് നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ഒന്നും കൂടെ ഒന്ന് ബെറ്റർ ആക്കാം. ഓക്കെ, when you're chatting with this any AI app or Gemini, ChatGPT, they will speak to you. Okay, just ഒന്ന് ഒത്തിരി ഒന്ന് നന്നാക്കാം. വലിയ ഇഷ്യൂ ഉണ്ടെന്നല്ല, എല്ലാവരും. പിന്നെ നിങ്ങൾ ഈ എൻഡിങ് ടോൺ ഉണ്ടല്ലോ, കംപ്ലീറ്റഡ്, ഐ എം എ ക്വിക്ക് ലേണർ, ഇങ്ങനെ ആ ഒരു ലാസ്റ്റ് ഒരു എൻഡിങ് ടോൺ ഉണ്ടല്ലോ, ടാലന്റ്, ഡെവലപ്മെന്റ്, ഇങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, ഈ ലാസ്റ്റ് വരുന്ന സാധനം അതൊന്ന് സൈലന്റ് ആക്കാം. ലേണർ, ഡെവലപ്മെന്റ്, ഐ എം എ ക്വിക്ക് ലേണർ, ഇത്രേ വരുള്ളൂ. ലേണർ എന്നുള്ള സൗണ്ട്സ് ഇല്ലേ, അതൊന്നും എല്ലാം ഒന്ന് സൈലന്റ് ആക്കാം. ഓക്കെ, അങ്ങനത്തെ കുഞ്ഞു 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 കാര്യങ്ങൾ നമ്മൾ സംസാരത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ ഹിബ, I have a question for you. You're a student, right? Okay. You forgot to bring your pen during an exam. Forgot to bring your pen during an exam. Okay. So you're asking for help from Nandana. Could you ask? ഞാൻ അവളോട് എന്താ ചോദിക്കാന്നാ? നീ എന്താ ചോദിക്കാന്നല്ല, അവളോട് ഹെൽപ്പ് ചോദിക്കാണ്. എങ്ങനെ ചോദിക്കാ? You forgot to bring your pen. മനസ്സിലായി. So you have to ask for help. എക്സ്ട്രാ പെൻ മലയാളത്തിലല്ല, ഇംഗ്ലീഷ് ക്ലാസ്. യു ഹാവ് എക്സ്ട്രാ പെൻ? നന്ദന, ആൻസർ. Yes, I have. ഞാനാണെങ്കിൽ കൊടുക്കില്ല. എൻ്റെ അടുത്തൊരു പെണ്ണുണ്ടോന്ന് ചോദിക്കാം. ഒരാൾ കുടുങ്ങിയ സമയത്ത് വന്നിട്ട് ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോ ഇങ്ങനെയാ ചോദിക്കാം? എന്നാ ഞാൻ ഒന്നുകൂടി ചോദിക്കാം. ഒന്നുകൂടെ ചോദിക്കും. I forgot my pen. എന്നിട്ട് എക്സ്ട്രാ പെൻ ഉണ്ടോ? യു ഹാവ് വൺ പെൻ ചോദിക്കൂ. പിന്നെ ഓക്കെ നന്ദന, you're going for somewhere and there is no auto, there is no bus, okay, no vehicle in front of your area. Okay, there is a strike on that day. So Hiba came on scooty and you have to ask for it. എന്താ മാം? കേട്ടില്ല, പറഞ്ഞേ ഒന്നും പറയോ? You're going for somewhere. Okay. അതിനുശേഷം wait ചെയ്യാണ് and there is a strike on that day. Strike. Okay, there is no bus, there is no auto.
And Hiba came in a bike or car. And you asked for help Ah, or a lift. Good words. Action കാണിച്ച് വണ്ടി നിർത്തൊന്നും വേണ്ട. ജസ്റ്റ് നിർത്തി. Stop in front of you. Hiba first. Do you know she's Hiba? She's a No. stranger to you, man. Excuse me. Very good. Today was strike, so I have no vehicle, no buses, and Vehicle means bus, Auto. car. I have no. അപ്പൊ എങ്ങനെ പറയാ എനിക്ക് വണ്ടിയില്ലാന്ന്? എന്നല്ല ഞാനും ചോദിച്ചത്. I have no way to reach my home. So please help me. Can you give me a lift? Okay, very good. Can you answer it, Hiba? Okay, I have. Okay, I have a seat vacant on my car. You can. അല്ല ഓക്കെ എന്നാ പറയും. Okay, now പറയാം. Okay, I drop you home. Of course. അതിന് പറയില്ലേ നമ്മള്? Of course. You can come with me. I will drop you home. നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് അല്ലേ? അറിയാത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞോ. പിന്നെ നന്ദിനെ യൂസ് ചെയ്തൊരു സാധനം ഉണ്ട് ഹെൽപ്പ് ചോദിച്ചപ്പോ. വാട്ട്സ് ദാറ്റ് വേർഡ്? പ്ലീസ്. നമ്മളൊരാളോട് ഹെൽപ്പ്, നമ്മള് പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ടൈമിൽ നിൽക്കുന്ന സമയത്ത് ഒരാളെ ഹെൽപ്പ് ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താ പറയാ? Can you share me a pen? എന്നല്ലേ പറയാ? Can you share me a lift? Can you offer me a lift? ചോദിക്കണ്ടേ? That is polite expression. While you're going for a company, you should need that one, that polite expression. Okay. And you must know about greetings. Greetings all you know. Good morning, good afternoon, good evening. Okay. Then, how are you? Can you mention any other way to ask other people, how are you? Can you mention any other phrases or any other method to ask people, how are you? Hope you're fine. Hope you're doing well. ഇങ്ങനെയൊക്കെ നമ്മൾ പറയണ്ടേ? How are you എന്ന് ചോദിക്കുന്നതിന് പകരം hope you're doing well, hope you're fine. അതിന്റെ മീനിങ് എന്താ? സുഖമാണോ? Okay. And the reply? What was the reply? What will be the reply? Great. I'm doing great. Okay, very good. I'm fine, thank you. I'm well. I'm well. Oh, okay. Nice to meet you. It's a pleasure to meet you. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഗ്രീറ്റിംഗ്സ് ആണ്. ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ we are greeting this way. Okay. So while you're working in a company, you should maintain with the employees, your colleagues. So, and we are coming to the polite expressions. What is this politeness? Polite. Be humble.
Oh, Be humble to everyone. Okay. While you are working in a company, be humble to everyone. Be polite to everyone. Okay. So, making request. Making request. Please. The request one. Please. And any other ways? please help me for making Please help report. me. Okay. Hmm. Please help me to making report. Okay. Then enter to a room. We will ask for permission to enter to a room. May I come in? Yeah. May I? ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്നാ. ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞിട്ടല്ലല്ലോ പോവാ. May I? You're asking for permission. That's a request. Okay, may I? Then, could you please? Could you? Then, if you don't mind, can you give me that pen? If you don't mind. തലയാട്ടി പോകുന്നുണ്ട്. പിന്നെ, if you don't mind, then, would you mind? Would you mind to give that pen? എനിക്ക് ആ പേന തരുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ എന്നാണ് ചോദ്യം. Would you mind? So, these are the forms of request. Please, could you please? Then, would you mind? If you don't mind, may I? So, these are the form of making request. And what's the form of saying thank you? My pleasure. One, thank you. My pleasure. Then, thanks a lot. Thank you so much. I really appreciate it. Okay, then, oh, that's very kind of you. ഇല്ലേ ഇങ്ങനെയൊക്കെ പറയാറില്ലേ? നീ കേട്ടിട്ടില്ലേ? കേട്ടതാ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നേ. അതിന് പകരം നമ്മൾ പറഞ്ഞോക്കാം ഒരാളുടെ സാധനം ദാറ്റ്സ് എ കൈൻഡ്, ദാറ്റ്സ് കൈൻഡ് ടു യു എന്നൊക്കെ പറയാം. ഓക്കെ, then apologizing. Apologizing. Apologize to someone. Sorry. My I'm mistake. sorry. Yeah, my mistake. My apologize. Excuse me. I'm sorry. I apologize. I'm sorry for being late. Okay. Then. Yeah. Iba. Oh, Okay. Then agreeing something. Agreeing. ഇവിടെ ഫാനിന്റെ സൗണ്ട് ആണോ അത്? Agreeing something. You should respond for something. ഇബ. നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ എന്താണെന്നറിയോ? നമ്മൾ അങ്ങനെ ഇരുന്നേ പോകും. റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, should respond. Okay, agreeing politely. നമ്മളൊരു സംഭവം for you ask for a lift, is it? So Hiba is responded agreeing. How? what about you, Sensei?
അതായത് ഇപ്പോ നന്ദന ഹെൽപ്പ് ചോദിച്ചില്ല നിന്റെ അടുത്ത് ലിഫ്റ്റിന് വേണ്ടിയിട്ട് അപ്പോഴല്ലേ, ആൻഡ് യു ആർ എഗ്രീങ് ഫോർ ദാറ്റ്. നീ അത് എഗ്രി ചെയ്തു. എങ്ങനെയാ എഗ്രി ചെയ്തത്? ഡോണ്ട് സേ ഓക്കെ. You should. യു ഷുഡ്. നീ എന്തായാലും വരണമെന്നോ? ഒരാൾ പൊളൈറ്റ് ആയിട്ട് എഗ്രി ചെയ്യുന്നത് ഇങ്ങനെ? Of course, you're right. Absolutely. I agree Of with you. course. Of course. Then that sounds great. നിങ്ങൾ ഈ മറ്റേ ഹോളിവുഡ് മൂവീസ് ഒന്നും കാണലില്ല? Mm. കണ്ടില്ല? സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ എല്ലാ സീരീസും കണ്ടില്ല? ഒറ്റൊന്നും കണ്ടില്ല? കേട്ടോ. ഉം. നല്ല രസം. ചിലർക്ക് ഈ ഫാന്റസി മൂവീസ് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ ഭയങ്കര രസമാണ് കാണാൻ. എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ കാണും. ഓക്കെ, ലീവ് ഇറ്റ്. ഇംഗ്ലീഷ് മിസ് പറഞ്ഞു ഇംഗ്ലീഷ് മൂവി കാണാനെന്ന് പറഞ്ഞു ഇന്ന് തൊട്ട് അങ്ങോട്ട് തുടങ്ങണ്ട. ഇല്ലേ, കാണല്ലേ? മൂവീസ് കാണാറില്ലേ? ആ, ലാസ്റ്റ് കണ്ടൊരു English മൂവി കാണില്ല. ഇംഗ്ലീഷ് ഹിന്ദിയാണ് കാണണം. എനിക്കിഷ്ടം. ഹിന്ദി. ഹിന്ദി ഇപ്പൊ നല്ല മൂവീസ് ഉണ്ടോ? ഇപ്പൊ കുറവാ. കുറവാണ്. ഇപ്പൊ ഈ മൂവീസ് തന്നെ കുറവ് അല്ലേ? വാഴ ഉണ്ടോ? Mm. ഇല്ല. ഇഷ്ടായോ ഹിബയ്ക്ക് വാഴ? Oh. നല്ല ഇഷ്ടായി. Mm. ഞാൻ എന്റെ മോളെയും കൊണ്ടാ കാണാൻ പോയത്. 7 ഇയർ മോളാണ്. ഞാൻ ചോദിച്ചു ലാസ്റ്റ് കണ്ടിറങ്ങിയപ്പോ ഞാൻ ചോദിച്ചു എനിക്ക് എന്താ മനസ്സിലായെന്ന് ചോദിച്ചു. പോയിരുന്നു അല്ലാണ്ട് പഠിക്കൊന്നും വേണ്ട, ആരെങ്കിലൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാണ്ടാവും. മൂവിയാണ്. അപ്പൊ പിന്നേന്ന് വെച്ചു പിന്നെ ഭയങ്കര സന്തോഷം തരുന്ന കുറേ സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നു. ആദ്യം എനിക്കത് മനസ്സിലായില്ല. പിന്നെ അത് ഡ്രഗ്സ് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ലേ, ആ സാധനം കുടിച്ചു കഴിഞ്ഞാല് നമുക്ക് വേറെന്തോ ലോകത്തേക്ക് നമുക്ക് പോകുന്നു. ഏതായാലും വാഴയിൽ ഇത്രമാത്രം ഇതുണ്ട് എന്നുള്ളത് ഞാനെപ്പോഴാ മനസ്സിലാക്കിയത്. ചിലര് കേറി കൊളത്തുന്നതായിരുന്നല്ലോ. പിന്നെന്ത് മനസ്സിലായി ചോദിച്ചു, ആ ലാസ്റ്റ് പഠിച്ചാൽ നല്ല ജോലി കിട്ടും, പഠിച്ചില്ലെങ്കിൽ നല്ല ജോലി കിട്ടൂല എന്ന് മനസ്സിലായി. പിന്നേന്ന് ചോദിച്ചു പിന്നെന്താ, പിന്നൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു അതൊരു സിസ്റ്റർ ബ്രദർ റിലേഷൻ പറയുന്നില്ലേ, അങ്ങനെ വികൃതി കാണിക്കൊന്നും ചെയ്യരുത്, പിന്നെ നല്ല കുട്ടികളാവണം, അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവുള്ളൂ. അത് വെറുതെ ലാസ്റ്റ് അവർക്ക് ഒന്നും കിട്ടാത്തോണ്ട് കഥ മാറ്റി എഴുതിയതാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചില്ല, ചിലപ്പോ ഇനി നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലേക്ക് അത് എത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ മിണ്ടി ചോദിച്ചില്ല. അതാണ് വാഴയുടെ കഥ. ഓക്കെ, ലീവ് ഇറ്റ്. സോ ഡിസഗ്രീയിങ് പൊളൈറ്റ്ലി. നമുക്കിപ്പോ ഒരു ചാൻസ്, നമുക്കൊരു സംഭവം ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ ഡിസഗ്രി ചെയ്യുകയാണെങ്കിൽ how will we disagree? No way. ഡിഫറെന്റ് ഐഡിയാസ് വരും. എന്തായിരുന്നു? No way എന്ന് പറയാവോ? നോ വേ. നമ്മൾ പൊളൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ഹമ്പിൾ ആവണം നമ്മള്. അത് രസമുണ്ട്, നോ വേ പക്ഷേ എന്നൊക്കെ പറഞ്ഞ സംഭവം അത്രയും എന്താ, വെട്ടൊന്ന് മുറി ഇഷ്ടമായിരുന്നു. രണ്ടിനൊക്കെ എന്നാ പറയാം, നോ വേ എന്ന് പറയാം. അതല്ല, നമുക്ക് പൊളൈറ്റ്നെസ് ആണ് വേണ്ടത്. ഓക്കെ, ഐ എം നോട്ട് ഷുവർ എന്ന് പറയല്ലേ. I am not agreed. I'm not agreed. Then I see your point, but my thought is different. I don't My thought is like. different. Yeah, I don't like അങ്ങനെ പറയാം. Politeness I don't like എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു പൊളൈറ്റ്നെസ് ഫസ്റ്റ് ഇല്ലാതായില്ലേ? വേറെ എന്തെങ്കിലും രസമുണ്ട്, ബട്ട് ഐ ഡോണ്ട് ലൈക്ക്. ഓക്കെ, നമുക്ക് ഇങ്ങനെ പറയാം, ഐ സീ യുവർ പോയിന്റ് ബട്ട് ഐ ഡോണ്ട് ലൈക്ക്.
നിങ്ങളുടെ പോയിന്റ്, ഐ ഗോട്ട് യുവർ പോയിന്റ്, ബട്ട് ഐ തോട്ട് ഇറ്റ് ഡിഫറെന്റ്ലി എന്ന് പറയാം. ഐ തിങ്ക് ഡിഫറെന്റ്ലി എന്നൊക്കെ പറയാം അല്ലേ? നിങ്ങളുടെ പോയിന്റ് എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഞാൻ വേറെ രീതിയിലേക്കാണ് പോയത്. That's an interesting idea, but എന്നൊക്കെ പറയാം. Okay, clear? I'm not sure I agree. I see your point, but I'm not sure. I think differently. That's an interesting idea, but however, what do you say? Okay. അപ്പൊ നിങ്ങള് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഇട്ടു, നീ ഹിബയും കൂടെ, നന്ദന ഹിബയും കൂടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. സോ നമ്മൾ ഡിഫറെന്റ് ഐഡിയാസും ഡിഫറെന്റ് തോട്ട്സും നമുക്ക് വരും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നിങ്ങൾ ഈക്വലി പാർട്ട്നേഴ്സ് ആണ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, എഗെയിൻസ്റ്റ് ചെയ്യാൻ പറ്റൂല. എഗെയിൻസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും? അവിടെ ഈഗോ വർക്ക്ഔട്ട് ആവും. ഈഗോ വർക്ക്ഔട്ട് ചെയ്യാൻ പാടില്ല, കാരണം കമ്പനി പൂട്ടും. സോ യു ക്യാൻ സേ ഐ ഗോട്ട് യുവർ പോയിന്റ്, ബട്ട് ഐ തോട്ട് ഇറ്റ് ഡിഫറെന്റ്ലി. അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഇതാണ് നമ്മൾ പൊളൈറ്റ്നെസ് കൊണ്ടുവരേണ്ടത് നമ്മുടെ സൗണ്ട്സിൽ. ഏയ് അതൊന്നും പറ്റില്ല, അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പൊളൈറ്റ്നെസ് എന്നാ ഇല്ല. എന്നാ ഈ എന്റെ പാട്ട് നോക്കി പോടോന്ന് പറയും. ഓക്കെ, asking for a help, asking for help or any information. Please help me. Please help me. Okay. If you don't mind. If you don't mind, then information ചോദിക്കുകയാണെങ്കിലോ? ഇത് കഴിഞ്ഞിട്ട് കുറെ സംഭവം ഞാൻ തരുന്നുണ്ട് പറഞ്ഞു. ഇൻഫർമേഷൻ, അതായത് ഇപ്പൊ നിങ്ങൾക്കൊരു കമ്പനിയിൽ നിന്നും യു വാണ്ട് സംതിങ്, യു വാണ്ട് ടു നോ എനി ടൈമിംഗ്. Okay, so how would you ask? Would you mind please share the information? എന്ത് ഫസ്റ്റ്? Would you mind? Would you mind explaining this? Would you mind to share me? Yeah, very good. Then Hiba, for a time, could you please tell me? May I ask something? May I? Okay. Conversation. How will end a conversation? Conversation, you know? Conversation. Conversation. Nice to meet you. Nice to meet you. Very good. Hope you will out first. എന്തായിരുന്നു? Hope you are doing well. Hope you are doing well. We are asking for your fine or not. See you later. Nice. See you later. Take care. Bye. See you. Take care. It was nice to talking to you. It was nice to meet you. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് അല്ലേ പറയാ. അത് തന്നെ ചെന്നിട്ട് ഒരാളോട് പറയോ നമ്മൾ, ഓ ഇറ്റ് വാസ് നൈസ് ടു മീറ്റ് യു പറയൂ കേട്ടോ. ഇറ്റ് വാസ് നൈസ് ടു മീറ്റ് യു എന്ന് ഫസ്റ്റ് പറയും. നമ്മളെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരാളെ കാണുന്ന ആ ഒരു പ്ലഷറിൽ നമ്മൾ പറയും. ലാസ്റ്റ് പറഞ്ഞു ഇറ്റ് വാസ് നൈസ് ടു മീറ്റ് യു. Then
ലാസ്റ്റ് നമ്മളെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? വിളിക്കാട്ടോന്ന് പറയില്ലേ? Okay. Bye. ടോക്ക് ടു യു ഓക്കെ നോ ഫ്രണ്ട്സിനോട് ടോക്ക് ടു യു Bye. സൂൺ എന്ന് പറയില്ലേ? Uh, പിന്നെ ഹാവ് എ ഗ്രേറ്റ് ഡേ. Okay. So I will give you some situations. Okay. You are asking for a location. Okay, here Hiba is the HR and Nandana is the applicant. Okay. Hiba HR ആണ്. Nandana interview പോകുന്നു. And Nandana is going to ask for location. കമ്പനിയിൽ എവിടെയാണ് എന്നുള്ളത്, ഇന്റർവ്യൂ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് ലൊക്കേഷൻ ഒന്ന് ചോദിക്കുകയാണ്. ആരടുത്ത്? HR-ന്റെ അടുത്ത്. ചോദിച്ചോളൂ, ആൻസർ ചെയ്തോളൂ. Hello, ma'am. I am on the way. Please share the interview place location in my WhatsApp number. കുറച്ച് ആയില്ലേ, നേരെ ലൊക്കേഷൻ അയച്ചെന്ന രസമില്ലല്ലോ. ഓക്ക് പറയണ്ടേ, ആൻസർ പറയണ്ടേ? ഞാൻ ലൊക്കേഷൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആൻസർ തരണം, അങ്ങനെയല്ല. കറക്റ്റ് ആയിട്ട് ചോദിക്കും. Can you please share me the location എന്ന് പറഞ്ഞാൽ മതി. Okay. Can you please share me the location? എടോ, നിന്റെ വീട് ഇരിക്കുന്ന സ്ഥലം വരെ നിനക്ക് പറയാം. I am near Cal. ഐ ആം നിയർ അല്ല, ഈ എവിടെന്നല്ല, കമ്പനി എവിടെയെന്നാ ക്വസ്റ്റ്യൻ. നീ HR ആണ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. യു ആർ നോട്ട് ഹിബ നൗ, യു ആർ an HR in Nejusa itself. So you are, നമ്മൾ മാത്രല്ലേ ഉള്ളൂ, ടെൻഷൻ ഒന്നും ആവണ്ട. അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് പറയാം, നിങ്ങൾക്കൊക്കെ അറിയാം. പറഞ്ഞോ, ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താ മതി. ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താൽ മതി. അന്നേരം The building is opposite of the Federal Bank എന്നോ അങ്ങനെ എന്തൊക്കെ പറയാം. നിയർ ടു ദ SBI Near ബാങ്ക്, bus നിയർ ടു ദ stand. പെട്രോൾ സ്റ്റേഷൻ, നിയർ ദ ബസ് സ്റ്റാൻഡ്, അങ്ങനെ എന്തെല്ലാം. Colgate bus stand. Opposite building. Which bus stand? KSRTC bus stand or private bus stand? Private bus stand. Okay, it's near to the private bus stand, then opposite building, അങ്ങനെയൊക്കെ പറയാം. Opposite building. നമ്മളൊരാള് നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ആലോചിക്കരുത്. നമ്മളെ വായിൽ വരുന്നത് എന്താണെന്ന് പറയാം, പിന്നെ നമ്മൾ അതിലുള്ള മിസ്റ്റേക്ക് ആലോചിച്ചാൽ മതി. പെട്ടെന്ന് പറയുന്ന ആൻസർ തെറ്റൂല. നമ്മളൊന്ന് ആലോചിച്ച് അതിലെ നിങ്ങള് ആരുടെ റോട്ടിലിരിക്കുന്നത്? അത് എന്റെ വീട്ടിന്റെ മുന്നിൽ കൂടി. ഓക്കെ, സോ and Nandana, you are asking the office timing. Office timing. HR-നെ നേരിട്ട് കണ്ടിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. Okay. Ma'am, please tell me the office timing. നന്ദന ആരോ ഒന്ന് കമന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
ധനിയനോ? ഓക്കെ. ഹിബ, ആ ഞാൻ കഴിഞ്ഞോ? ഒന്നുകൂടി. യു ആർ ഞാൻ ഡ്രീമിങ് ഹിബ. ചോദിക്കാനാ? അല്ല, അവള് ചോദിച്ചു, എന്നോട് ചോദിച്ചു. ഞാന് എത്ര നേരം വരെ ഓഫീസിൽ ഉണ്ടാവാണാ? അല്ലടി, അന്ന ആർക്കാ വേണ്ടത്? ഈ ഇച്ചാറല്ലേ കമ്പനിയിലെ? ആ കമ്പനിയിലെ ഓഫീസ് ടൈമിംഗ് ആണ് ചോദിക്കുന്നത്. the office time are 9:30 a.m. to 6:30 p.m. വെരി ഗുഡ്. ഓഫീസ് ടൈമിങ്സ് ഓർ ഓഫീസ് ഹവേഴ്സ് ഫ്രം 9:30 p.m. to 6:30 p.m. ഓക്കെ, വെരി ഗുഡ്. ദെൻ സ്വിച്ച് ചെയ്തേ. നന്ദന HR ആണ്, ഹിബ ആപ്ലിക്കന്റ് ആണ്. ആൻഡ് യു ആർ ആസ്കിംഗ് ഫോർ ദ കമ്പനി ലീവ്സ്. ആരാ ചോദിക്കണ്ട? ഞാനാ? ആ കുട്ടി, മിസ് അങ്ങോട്ട് പറ. നമ്മള് ആനുവൽ ലീവ് എത്ര ഉണ്ടാവും? കമ്പനിയിൽ എത്ര ലീവ് ഉണ്ടാവും? വീക്കെൻഡില് 1. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിക്കില്ല. മിസ് ഇപ്പൊ എന്നോട് നമ്മള് ചോദിച്ചാണ് എത്ര ലീവാണ് ഉണ്ടാവുക. നീ ഞാൻ അങ്ങോട്ട് പറയും. നീ അങ്ങോട്ട് ചോദിക്കേ, നന്ദന്റെ അടുത്ത് ചോദിക്കേ, എത്ര ലീവ് ഉണ്ടാവും കമ്പനിയില് പെർ മന്തോ പെർ ഇയറോ? ഞാനല്ലേ HR. HR സ്വിച്ച് ചെയ്തു, മാറ്റി. നീ അപ്പൊ എവിടെയായിരുന്നു? ഓക്കെ. നന്ദനെ HR ആക്കി. നിന്നെ HR പോസ്റ്റിൽ ഇരുത്തിയാൽ ശരിയാവില്ല. ഓക്കെ, എന്നാൽ ഞാൻ അങ്ങോട്ട് ചോദിക്കണം എത്ര ലീവ് ഉണ്ടാവുന്ന. അതെ. ഒന്നങ്ങോട്ട് ചോദിച്ചു കൊടുത്ത എത്രങ്ങാനും നമ്മൾ പറഞ്ഞ. How many leaves in month? അതെ, പൊളൈറ്റ്നെസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇത്രയും നേരം പറഞ്ഞതും പൊളൈറ്റ്നെസ് ആണ്. പൊളൈറ്റ്ലി എങ്ങനെ നമ്മൾ സംസാരിക്കാം, പൊളൈറ്റ്ലി എങ്ങനെ ഗ്രീറ്റ് ചെയ്യാം, പൊളൈറ്റ് എക്സ്പ്രഷൻസ് നമ്മുടെ ലാംഗ്വേജിൽ എങ്ങനെ കൊണ്ടുവരാ എന്നുള്ളത് അല്ലേ? എന്നാ പോരട്ടെ, പൊളൈറ്റ്നെസ് പോരട്ടെ. അത് മിസ്സിന്റെ 2 ക്ലാസ് ഞാൻ കേട്ടില്ല. അന്ന് ഫസ്റ്റ് ആയിട്ടാ കേൾക്കുന്നത്. ഇന്ന് ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയതാ. 2 ക്ലാസ്സുമായി ഒരു ബന്ധമില്ലാത്ത സാധനങ്ങളാ. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യാൻ അൻഷിതന്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഹോംവർക്ക് അത് ചെയ്ത് വിട്ടോണ്ടോ ബിഫോർ 20th. പോരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയല്ല? ഈ നേരത്തെ എന്താ പറഞ്ഞേ? ഹൗ മെനി ലീവ്സ്? ഹൗ മെനി? എടാ, പൊളൈറ്റ്നെസ് വരണ്ടേ? കുഡ് യു പ്ലീസ് ടെൽ മീ, ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ, അങ്ങനൊക്കെ പറയണ്ടേ? ഇതൊക്കെയല്ലേ പൊളൈറ്റ്നെസ്. Can you please tell how many leaves in 1 month? In our company has monthly 4 week off. You can take Sunday or any other days, important functions. You can take other days. പള്ളി പോയി പറഞ്ഞാൽ മതി, ഇമ്പോർട്ടന്റ് ഫംഗ്ഷന് കമ്പനിന്ന് ലീവ് എടുത്ത് പോവാൻ സമ്മതിക്കും. ഞാനിപ്പോ കമ്പനിയില് സൺഡേ ആണ് വീക്ക് ഓഫ്. പക്ഷെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സൺഡേ മാറ്റിയിട്ട് വേറെ ദിവസം എടുക്കാം. You can take one sick leave or any emergency leave. അങ്ങനെ പറയേണ്ടത്. ഫംഗ്ഷന് നമ്മൾ പറയരുത് ഒരു കാരണവശാലും. എന്ത് പറയും? HR പറഞ്ഞിരുന്നു അന്ന് കല്യാണം ഉണ്ടെങ്കിൽ ലീവ് എടുക്കാന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ബായ് എന്നും പറഞ്ഞു പോകും. HR തലയിൽ കിട്ടും എംപ്ലോയീസ്. Don't say the function. Leave or emergency leave extra എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ ലീവ് എടുക്കുമ്പോ സാലറി കട്ടാം. അഡീഷണൽ ലീവ് എടുക്കുമ്പോ ഇംഗ്ലീഷിൽ പറയും. There will be a salary cut on additional leave.
Okay. Normally you can you have 4 days week off and you can take 1 or 2 sick leave or an emergency leave. Okay. If you are taking more leaves, there will be a salary cut. Clear? Okay. Then about salary date. ചോദിക്കോ സാലറി ഡേറ്റ് എന്നാന്ന് ചോദിക്കുക. ഞാനല്ലേ? ആദ്യം ചോദിച്ചോ? how to tell about in salary? How to പൊളൈറ്റ് എക്സ്പ്രഷൻ വരട്ടെ. Can you please tell me? Would you mind to tell when is our salary date? Can you please tell me when is our salary date? Would you mind to inform me about the salary date? ഇങ്ങനത്തെ സാധനങ്ങൾ വരണം. Okay. Would you mind? Could you please? നമ്മൾ പറഞ്ഞില്ലേ കുറെ സംഭവങ്ങൾ, അത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. എന്തിനാണ് നമ്മളൊന്ന് പൊളൈറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്? HR ആണ് അല്ലേ? നമ്മള് ഇപ്പോ HR ആവുന്ന സമയത്ത് നമ്മളെ കമ്പനിയില് ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ജൂനിയേഴ്സ് ഉണ്ടാവും. അപ്പൊ എല്ലാരോടും ഒരേപോലെ ബിഹേവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു പൊളൈറ്റ് എക്സ്പ്രഷൻസ് നല്ലതാണ്. റിയാക്ഷനും റെസ്പോൺസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ നിങ്ങൾക്ക്? റിയാക്ഷൻ ആൻഡ് റെസ്പോൺസ് അറിയോ? റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് റിയാക്ഷൻ? പ്രതികരിക്കുക. വാട്ട് ഇസ് റെസ്പോൺസ്? നമ്മള് മറുപടി പറയാം. രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? എന്താ? പ്രതികരിക്കുന്ന രണ്ട് രീതിയിലും പ്രതികരിക്കാം. നല്ല രീതിയിലും പ്രതികരിക്കാം, ചീത്തയായിട്ടും പ്രതികരിക്കാം. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ രണ്ട് ആസിഡ്സ് തമ്മില് മിക്സ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ആലോചിച്ചിട്ട് പ്രതികരിക്കാൻ നിൽക്കുവോ? എങ്ങനെ? രണ്ട് ആസിഡ്സ് തമ്മിൽ മിക്സ് ചെയ്യാണ്. ഓക്കെ. അപ്പൊ അതൊന്ന് ഒരു സെക്കൻഡോ 3 സെക്കൻഡോ 4 സെക്കൻഡോ വെയിറ്റ് ചെയ്തിട്ടാണോ അത് റിയാക്ട് ചെയ്യാ? കുറച്ച് ജസ്റ്റ് സെക്കൻഡ് ടൈം എടുക്കായിരിക്കും. എടുക്കോ? ഏതായിരുന്നു? കൊമേഴ്സ് ആയിരുന്നോ? എനിക്കിതിന്റെ അറിയില്ല. ഇപ്പൊ ഏതായിരുന്നു? ഞാൻ കൊമേഴ്സ്. ഓക്കെ, സോറി, ഞാൻ സയൻസ്. So within seconds they will react. അതായത് അവര് വെയിറ്റ് ചെയ്യുന്നില്ല, അവരങ്ങ് റിയാക്ട് ചെയ്യും. അതാണ് റിയാക്ഷൻ. ആക്ച്വലി റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരാള് നമ്മളെ അടുത്ത് എന്തെങ്കിലും ഒരു ബിഹേവിയർ വന്നു കഴിഞ്ഞാൽ വിത്തിൻ ടൈം നമ്മൾ റിയാക്ട് ചെയ്തിരിക്കും. ആ റിയാക്ഷന് നമ്മൾ വ്യത്യാസം ഉണ്ടാവും. ആ ഒരു സമയത്ത് ഒരു ഇമോഷണൽ ഇതിലായിരിക്കും നമ്മൾ പൊട്ടിത്തെറിക്കുന്നത്. റെസ്പോൺസ് എന്താ? നമ്മൾ ജസ്റ്റ് കാമായിട്ട് ഒരു തോട്ട്ഫുൾ റിപ്ലൈ. എന്തായിരുന്നു? അതെ, തോട്ട്ഫുൾ റിപ്ലൈ കൊടുക്കുന്നത് കൊണ്ടാണ്. അന്ന് വെച്ച് 10 മിനിറ്റ് ആലോചിച്ചിട്ട് റിപ്ലൈ കൊടുക്കാനേ നിൽക്കരുത് കേട്ടോ. ഒരാള് വന്നിട്ട് ചോദിക്കാണ്, മാം ഞാൻ ഇന്ന് പിന്നെ എന്താ പറയാ ആ ഷീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മതിയോ? അപ്പൊ ഞാൻ എന്ത് റിപ്ലൈ കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങ് ഇരുന്ന്
10 മിനിറ്റ് വരെ ആലോചിച്ചിട്ട് മതി കുറച്ച് കഴിഞ്ഞിട്ട് തന്നാൽ മതി കേട്ടോ പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യും? നാളെ തന്നെ കമ്പനി ടെർമിനേഷൻ ലെറ്റർ അടിച്ചിട്ട് തരും. ഓരോ റിപ്ലൈക്കും 10 മിനിറ്റ് എടുക്കുമ്പോൾ. ഓക്കെ, സോ ഒരു തോട്ട്ഫുൾ റിപ്ലൈ എന്നാണ് റെസ്പോൺസിന്റെ മീനിങ്. അത് HR എന്ന രീതിയിൽ നമുക്കത് മസ്റ്റാണ്. എന്ത്? റെസ്പോണ്ട് ചെയ്യാന്നുള്ളത്. റിയാക്ട് ചെയ്യരുത് ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിനും. കൈവിട്ട് പോകുന്ന കേസിൽ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം, ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. ബട്ട് ഓൾമോസ്റ്റ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. ക്ലിയർ? ഓക്കെ, സോ സാലറി ഡേറ്റ് ചോദിച്ചില്ലേ? നെക്സ്റ്റ് one visitor asked about the HR manager's availability. നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ HR മാനേജർ എപ്പോഴാണ് അവൈലബിൾ ആവുന്നതെന്ന്. How will you react or how will you respond? HR-ന്റെ അടുത്ത് ചോദിച്ചു നോക്കണം എന്ന് പറയാം. ചോദിച്ചോളൂ. എങ്ങനെയാ പറയാ? Let me check. Let me check one. Let me check 1 minute. Let me check once. Check ചെയ്തു എന്നിട്ട് പറഞ്ഞു HR manager will be available. Please wait. ജസ്റ്റ് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് ചോദിച്ചിട്ട് പറയാം. Please wait, let me check. Okay, ഒന്ന് പറയാം. Then Iba, are you dreaming? പറഞ്ഞോ, എങ്ങനെയാ നമ്മളെ HR മാനേജറിന്റെ അവൈലബിലിറ്റി പറയാ? എന്തെങ്കിലൊക്കെ പറയടോ. ഏത് സമയത്ത് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അവൈലബിൾ അല്ല, അവര് ടൂർ പോയതാണ്, എന്തെല്ലാം പറയാം. നോട്ട് അവൈലബിൾ. ഓക്കെ, നോട്ട് അവൈലബിൾ. പക്ഷെ നമ്മളടുത്ത് ഒരാൾ ഒരാൾ ചോദിക്കുന്ന സമയത്ത് നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞാല് അവിടെ ഉണ്ട് ഇരുത്തി അഹങ്കാരം പിടിച്ചതെന്ന് പറയൂലേ? ഇല്ലേ, ഇന്ന് ഡോക്ടർ ഉണ്ടോ? ഇന്ന് ഡോക്ടർ ഇല്ല. സ്വാഭാവികമായിട്ട് ആ റിസപ്ഷന് നമ്മളൊന്ന് പ്രാകൂലേ? സീരിയസ്ലി നിങ്ങൾ പറ. പ്രാകും. നമുക്ക് പ്രാക്ക് വേണ്ട. എന്താ പറയാ? പ്ലീസ് വെയിറ്റ് സർ, ലെറ്റ് മീ ചെക്ക്. ഇപ്പോ മറ്റേ മൈത്രിയിലെ മിസ്റ്റർ എങ്ങനെയാ പറയാ? പറഞ്ഞോ. പ്ലീസ് വെയിറ്റ്, ലെറ്റ് മീ ചെക്ക്. ചെക്ക് ചെയ്യാൻ പോയ പോക്കാണ്. അരമണിക്കൂറായിട്ടും വന്നിട്ടില്ല. ആ ഡോക്ടർ ഉണ്ടോന്ന് അറിയാൻ ഇത്ര സമയോ എന്നൊക്കെ പറയും അപ്പുറത്ത് നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ്. HR manager is available on 2 p.m. today. Oh, he's not available today. He can come tomorrow. എന്താണ് ആൻസർ പറയാം മക്കളെ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം. May I block an appointment for you? എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് വേണോ? എനിക്ക് ഞാൻ ബ്ലോക്ക് ചെയ്യാം. നാളത്തെ ക്ലാസ്സിൽ കയറി വാങ്ങിടല്ലോ. Okay. So one of the employees asked for a holiday. Ask for next holiday. എങ്ങനെയാ ചോദിക്കാ? Next day is or in our company leave. നെക്സ്റ്റ് ഡേ ഇൻ യുവർ കമ്പനി. എംപ്ലോയർ ആണ് ചോദിക്കുന്നത്. അതായത് ഇൻ യുവർ കമ്പനി എന്ന് പറയാൻ അയാൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മൾ സെലക്ടഡ് ആയി കയറി ജോയിൻ ചെയ്തു.
In our company. അവർ കമ്പനി. Ah. നമ്മള് As ഒരു സ്കൂളില് പഠിക്കുകയാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യാണ്. എടോ, അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ടീച്ചറുടെ അടുത്ത് ചോദിക്കുകയാണ്, ടീച്ചറെ ഈ സ്കൂളിൽ എന്നാ അടുത്ത ഹോളിഡേ നമ്മൾ ചോദിക്കുക. ടീച്ചറെ എന്നാ അടുത്ത ഹോളിഡേ എന്നല്ലേ നമ്മൾ ചോദിക്കുള്ളൂ. അപ്പൊ ഇന്ന് അവർ കമ്പനി യുവർ കമ്പനീന്റെ ആവശ്യമുണ്ടോ? ഇല്ല. നന്ദന ഇരുന്നിടത്തുനിന്ന് ചെരിഞ്ഞോ? ഇരുന്നിട്ട് വേദന. ഓക്കെ. ആദ്യം കറക്റ്റ് ആയിട്ട് ഇരുന്നു, പിന്നെ കുറച്ച് വേദന പിന്നെ മാറിയിരുന്നത്. ഒരിക്കലും കൂടെ കഴിയുമ്പോ ഇനി അവള് കിടക്കും. ഇപ്പൊ പറഞ്ഞ ആൻസർ നമ്മൾ ചോദിച്ചേ. നിങ്ങൾക്ക് അറിയാവടോ, ഞാൻ ആൻസർ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ, പക്ഷെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരുന്നില്ല. അതാണോ പ്രശ്നം? അതിന് എന്താ വഴി? കിട്ടുന്ന ചാൻസ് ഒക്കെ യൂസ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, കിട്ടുന്ന ചാൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഇവന്റെ ഫേസ് കട്ടുന്നൊരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്, ഷംന. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കണ്ട സമയത്ത് അവിടാന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് സെയിം ഫേസ് കട്ടാ. പറഞ്ഞ ഹോളിഡേ എന്നാ ചോദിക്കേ, ബേ ചോദിക്കേ. Could you please tell me when is our next holiday? അല്ലേ ഉള്ളൂ, തന്നെയല്ലേ കൊറേ നേരമായിട്ട് ഞാൻ പറയണത്. The next official holiday or next holiday is on next Saturday. നമുക്ക് പറയാം. നമ്മളെ എഴുതി തയ്യാറാക്കി വെച്ചൊരു കാര്യമൊന്നുമല്ലല്ലോ, നമ്മുടെ മൈൻഡിലുള്ള സാധനം പറയാം. Okay. One of your candidates is asking for what documents to bring for joining. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ജോയിനിങ്ങിന് വരുമ്പോൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളത്? CV, experience certificate, photo. ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും എക്സ്പീരിയൻസ് ആയി. എക്സ്പീരിയൻസ് ആയിട്ടില്ലാന്നോ? ഞാൻ ഇതുവരെ അങ്ങനെ കൊണ്ടുകൊടുത്തത് ഞങ്ങൾക്ക് CV പോലും ഇല്ല. പിന്നെ ആധാർ എനിക്ക് എന്താ വേണ്ടത് അറിയാം, നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും, എങ്ങനെ ചോദിക്കും എന്നുള്ളതൊക്കെയാണ് എന്റെ ക്വസ്റ്റ്യൻ. അല്ലാതെ നിങ്ങൾ എല്ലാ കമ്പനിയിലും കയറി ഇറങ്ങുന്ന ആളാണെന്ന് എനിക്കറിയില്ല, എനിക്കറിയാൻ വേണ്ട. അല്ല, എന്തെല്ലാം കൊണ്ടുപോകണമെന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കേറണ്ടേ? വേണ്ട, ഡിഗ്രി ജോയിൻ ചെയ്യാൻ പോകുമ്പോ എന്തൊക്കെ കൊണ്ടുപോകണം? SSLC സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, പിന്നെ ഇത് വേറെന്താ, വേറെന്താ ഒരു എന്നാ ഇംഗ്ലീഷ് എന്താ പറയാ, മലയാളം പറഞ്ഞേ. സ്വഭാവ സർട്ടിഫിക്കറ്റ്, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, പിന്നെ TC വേണ്ടേ? പിന്നെ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് വേണ്ടേ? ആധാർ കാർഡ് വേണ്ടേ?
ഇതൊക്കെ തന്നെ മതി കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോഴും. അതിലേറെ കൂടെ എന്തുണ്ടാവും? ഒരു CV ഉണ്ടാവും, എന്തെങ്കിലും ഡിഗ്രി Experience. സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഓക്കെ, ആധാർ കാർഡ് എന്നൊന്നും അല്ല പറഞ്ഞു. ബ്രിങ് യുവർ എനി ID. ഓക്കെ, you can please bring your any ID and your certificates and your CV. അത്രേ മതി. Okay. And one of your candidate or one of your employer asks how to apply for leave. Please fill a form. Leave application Leave form. form. You can fill this leave application form. You can directly ask to came to the HR. Sorry. അഡ്മിൻ്റെ അടുത്തേക്ക് അത്ര പെട്ടെന്ന് പോണോ? ലീവൊക്കെ HR കൊടുക്കുക. എനിക്ക് അവിടെ അഡ്മിൻ ആയിരിക്കും. HR അങ്ങ് ഹെഡ് ഓഫീസിലുണ്ടാവുക. ഓക്കെ, അങ്ങനെയുണ്ട്. ഓരോ കമ്പനി വൈസിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഓക്കെ.